വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് യേശു വന്നപ്പോ പാപം മോചിക്കുക ചെയ്തു, പാപം ക്ഷമ കൊടുക്കുകയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോ ഈ ലോകത്തിലുള്ള പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ ലോകത്തിൽ വരാനിരിക്കുന്ന ലോകത്തിൽ ഒരിക്കൽ പോലും ക്ഷമിക്കപ്പെടില്ലാത്ത പാപമെന്ന് പറഞ്ഞാണ്. അപ്പൊ കൃപയുടെ കാലഘട്ടത്തെ കൃപ കണ്ടെത്തുകയും പരിശുദ്ധാത്മ കൃപ കണ്ടെത്തിയതാണ്. കൃപ കണ്ടെത്തി, അതായത് യേശു മരിച്ച് അതായത് സ്വർഗാരോഹണം കഴിഞ്ഞ ഉടനെ തന്നെ പന്തക്കുസ്ത വരുക. ഈ പന്തക്കുസ്ത നാള് വരുമ്പോ അതിന് തൊട്ടു മുമ്പ് 9 ദിവസം പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും സെഹീവൻ മാളിക മുകളിൽ നിന്ന് വെച്ച് അവര് നല്ല ഭയങ്കരമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് ഒരുങ്ങി എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് അവർ പ്രാർത്ഥിച്ചൊരുങ്ങി കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. ചുമ്മാ സെഹീവൻ മാളിക മുകളിലേക്ക് വേഗം ഓടിച്ചു കയറി ചിലപ്പോ അപ്പൊ തന്നെ വരുമല്ല ചെയ്തു. 9 ദിവസം പ്രാർത്ഥിച്ചു. അപ്പോഴാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെ. അത് അവരുടെ തീക്ഷ്ണത, അത് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാകും. നമ്മളിപ്പോ വിചാരിക്കും നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നു. ഒരു ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്ഥലമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത തരത്തിലുള്ള അവസ്ഥ ശുദ്ധീകരണ സ്ഥലം. അപ്പൊ നരകത്തിന്റെ അവസ്ഥയോ അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ അവസ്ഥ. നമ്മളോടൊക്കെ പറഞ്ഞേക്കണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വചനം പഠിക്കണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈശോ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഈ ലോകത്തിലുള്ള എന്തോരു പേര് വചന പ്രഘോഷകരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വചനം വ്യാഖ്യാനിച്ച് ഓരോ റൂട്ടുകളെ ഇങ്ങനെ കൊണ്ടാടുക്കുക. എന്നാൽ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് എവിടെയാണ്? യേശുവിൽ എത്തിക്കാന്നുള്ള. ആകെപ്പാടുള്ള വഴിയും സത്യവും ജീവനും ഈശോയാണ് എന്ന് പറയുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് ഏക വഴി ഈശോയാണ്. ശരിയായ സത്യം അത് യേശുവാണ്. നിത്യജീവൻ അത് യേശുവിലാണ് കിട്ടുന്നത്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പാപത്തിന്റെ ശമ്പളം ആ മരണം. പാപം ചെയ്ത് നിത്യമരണത്തിൽ എത്തുന്ന വ്യക്തികൾക്ക് പോലും, നിത്യമരണത്തിന്റെ അവസ്ഥയിൽ എത്തുന്ന ആൾക്ക് പോലും രക്ഷ കിട്ടാനുള്ള ഏക മാർഗമാണ് യേശു തരുന്ന യേശുവിന്റെ ശരീരരക്തം. അപ്പൊ നമ്മൾ ആ കുർബാനയിലേക്ക് എത്തുക, യേശുവിന്റെ ശരീരരക്തങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനം. അത് ഈ വചനം മുഴുവൻ കാണാണ്ട് പിടിച്ച് കഥ മുഴുവൻ പഠിച്ചുകൊണ്ടിരുന്ന ലോകത്തിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ആള് അത് പഠിക്കേണ്ടെന്നല്ല. പക്ഷെ യേശുവിനെ കുറിച്ചുള്ള ദാഹം, അത് വചനം പഠിപ്പിക്കുന്ന ദാഹാത്തരേ നിങ്ങൾ ജലാശയത്തിലേക്ക് വരിക. ദാഹം കൊണ്ട് ആർത്തി പൂണ്ടവര് അങ്ങനെയുള്ളവര് ജലാശയത്തിലേക്ക് വരികയും നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായിട്ട് വാങ്ങിക്കൊള്ളുക, ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിനു പണം കൊടുക്കുമ്പോ ഒരു വചനമുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിൽ യേശുവിലേക്ക് എത്തണം. പരിശുദ്ധാത്മാവ് വരെ ഈ ലോകത്തേക്ക് അതായത് ഈശോ പറഞ്ഞു, ഞാനൊരു സഹായകനെ അയക്കുന്ന പറഞ്ഞാണ്. ഈ സഹായകൻ സത്യാത്മാവ് ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരും. പക്ഷെ പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നു, നീതിയെക്കുറിച്ച് ബോധ്യം തരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നീതിയും അനീതിയും തമ്മിലുള്ള ആ ഒരു അവസ്ഥ, വേർതിരിവിനെ കുറിച്ചുള്ള അറിവ് തരുന്ന പരിശുദ്ധാത്മാവ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, പിന്നെ ന്യായവിധി, അന്ത്യവിധി. പക്ഷെ ഇതില് മൂന്നിലും പെടാത്ത ഒരു വലിയൊരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നു. അതായത് കരുണ എന്ന് പറയും. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ നമ്മളാണ് കർത്താവിന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ 2 രശ്മികളും, ഒന്ന് രക്തവും ഒന്ന് കൃപയും. അത് കരുണയും കൃപയും എന്ന് പറയും. കരുണയും കൃപയും, അതായത് 2 രശ്മി, ഒരു ലൈറ്റ് നീലയായിട്ടുള്ള ഒരു രശ്മിയുണ്ട്, ഒന്ന് ചുവപ്പ് രശ്മിയുണ്ട്. ഇത് രണ്ടിനെ സൂചിപ്പിക്കുന്നത് രക്തവും വെള്ളവും കർത്താവിന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയെന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മള് അതിലൂടെ രക്ഷപ്പെടുക. നീതി അനുസരിച്ച്, നീതിയെ കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവ് ബോധ്യം തരും. ഇത് നീതി അനുസരിച്ചാണെങ്കിൽ നമ്മൾ ആരും സ്വർഗത്തിൽ എത്തൂല, ഒരു കാരണവശാലും ഇല്ല. തെറ്റ് ചെയ്താ ശിക്ഷയുണ്ട്, നല്ലത് ചെയ്തോ
അതിനുള്ള നല്ലതായിട്ടുള്ള നീതിമാന്മാരെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തിക്കൊള്ളുകയും എന്നും പറഞ്ഞാണ്. അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മളൊന്ന് സ്വർഗത്തിൽ എത്ര വചനം പഠിച്ചാലും അതിലൂടെ ഏതെല്ലാം ധ്യാനത്തിൽ പോയാലും എത്ര വലിയ വലിയ വചന പ്രഘോഷകളുടെ കത്ത് കേട്ടാലും നമ്മൾ സ്വർഗത്തിൽ പോകുന്നില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം എന്ന് പറയാം. അത് എന്തിനു വേണ്ടിയിട്ടാ ഭക്ഷിക്കണം എന്ന് പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. വചന വ്യാഖ്യാനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ഓരോ പ്രവാചകന്മാർക്കും അതാത് ആളുകൾ, ഏതെല്ലാം സ്ഥലങ്ങളിലുള്ള ആളുകൾ അതെല്ലാം കേൾക്കുന്നുണ്ടോ അവിടെയുള്ള ചില ആളുകൾ അത് യഥാസ്ഥാനത്തേക്ക് എത്താനുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആയിരിക്കണമെന്നില്ല. ഇത് എന്റെ രക്തമാകുന്നു അനേകർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരവും അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശരീരവും അനേകർക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെടുന്ന രക്തമാണ്. അത് എന്ത് ചെയ്യണം? ഇത് രണ്ടും നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ തന്നെ കുടിക്കണം. അപ്പൊ അനേകർക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ട്? അത് അതിൻ്റെ അകത്ത് രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ രഹസ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അനേകർക്ക് വേണ്ടിയിട്ട് ഈശോ ചിന്തിയ രക്തം, ചിന്താനിരിക്കുന്ന രക്തമാണ്. ഈശോ രക്തം ചിന്തുകയും ചെയ്തു. നിങ്ങൾ എന്തിനാ വാങ്ങി ഭക്ഷിക്കണേ, നിങ്ങൾ എന്തിനാ കുടിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്തം ചിന്താം, നിങ്ങൾ മുറിയപ്പെടണം. എന്നിട്ട് എന്താ പറഞ്ഞത്? തന്നിട്ട് പറയുകയാണ്, എന്റെ നാമത്തില് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്, കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. ഏത് ചെയ്യണം? അപ്പം മുറിക്കാനും വീഞ്ഞ് പങ്കുവെച്ചു കൊടുക്കാനും അത് പ്രാർത്ഥന എളുപ്പമാണ്. പക്ഷെ മുറിയപ്പെടാൻ പറ്റില്ല. മുറിയപ്പെടണം, രക്തം ചിന്തണം, ശരീരത്തിന് രക്തം മാംസം വേർതിരിയണം. അതുപോലുള്ള സഹനത്തിന്റെ ജീവിതം വേണം. അതാണ് തോമാസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും മറ്റേ അപ്പോസ്തലന്മാരെ കാണിച്ചത്. പക്ഷെ ഇഷ്ടമുള്ളവന്മാരൊക്കെ ആ ഒരു പേരില് യൂട്യൂബിലും അല്ലാതെയൊക്കെ എങ്ങനെയൊക്കെ എന്തെല്ലാം രീതിയിലൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും, സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭൗതികമായിട്ട് എന്തെല്ലാം പേരെടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തിൽ അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. രക്തം ചിന്തേണ്ട വ്യക്തികളെ ഇപ്പൊ ആവശ്യം, സഹിക്കേണ്ട വ്യക്തികളെ ഇപ്പൊ ആവശ്യം ഈശോയ്ക്ക്. വചനപ്രഘോഷകരെ ആർക്ക് വേണേലും കിട്ടും, എവിടെ വേണേലും കിട്ടും. ഇപ്പൊ കേൾക്കാൻ വചനം പറയുന്ന പോലെ കേൾക്കാൻ ഇമ്പമുള്ളവയിൽ ആശ്രയിച്ച് അങ്ങനെയുള്ളവരുടെ പുറകെ പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം കേൾക്കാൻ ഇമ്പമുള്ളവരില് വിളിച്ചു കൂട്ടി അവരിൽ നിന്നാണ് നിങ്ങൾ കേട്ട് പഠിക്കും. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു സഹനത്തിന്റെ, അതായത് ഒരു ശുശ്രൂഷ ചെയ്യും. ഈശോ എന്താണെന്ന് ഈശോ മാർഗം കാണിച്ചുകൊണ്ട് ഈശോ എന്താ ചെയ്തത് അത് തന്നെ ചെയ്യുന്നവരെ എവിടെ ആവശ്യമുള്ളൂ. ദൈവരാജ്യത്തില് ചെന്ന് പറ്റുന്നവർ അവര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പിന്നെ നമ്മൾ നോക്കുമ്പോ ഈ ചില ആളുകളുടെ ശുശ്രൂഷ ഭയങ്കരമായിട്ട് നല്ല ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ശുശ്രൂഷ ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വേദനിച്ച് അത് നൊമ്പരമാക്കി പ്രാർത്ഥനയാക്കി ദൈവത്തിന് കാഴ്ചവെക്കുന്ന ആളുകളും